ഹലോ, കവിത സുധാകരൻ. ഇന്ന് ശ്രീയുടെ ഒരു വരികളാണ് പറയാൻ പോകുന്നത്. അത് നല്ലൊരു വരികളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ. അപമാനം നിങ്ങളെ ദുർബലപ്പെടുത്തുകയല്ല, മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക എന്നറിയൂ. നിങ്ങൾ ആരുടെയെങ്കിലും സ്വന്തമാണെന്ന തോന്നലുണ്ടെങ്കിൽ അപമാനം തോന്നുകയില്ല. നിങ്ങൾക്ക് എത്രത്തോളം അഹങ്കാരമുണ്ടോ അത്രത്തോളം അപമാനമുണ്ടാകും. ശിശുവിൻ്റെ മനസ്സും ഹൃദയവിശാലമായ ബന്ധുത്വബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപമാനം തോന്നുകയില്ല. അഹന്തയ്ക്ക് പകരം സത്യത്തോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധത എങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അപമാനം തോന്നുകയില്ല. അപമാനത്തെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും നിങ്ങൾക്ക് വളർച്ചയുണ്ടാകില്ല. അപമാനത്തിനുപരിയായി നിങ്ങൾ നിലകൊള്ളുമ്പോൾ നിങ്ങൾ ആത്മാവിനോട് അഥവാ ഈശ്വരനോട് അടുക്കുന്നു. ഉണ്മയോടും ഈശ്വരനോടുമുള്ള ആഴമേറിയ സ്നേഹത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഒന്നിനും നിങ്ങളെ അപമാനിക്കാൻ കഴിയില്ല. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ താഴെ പറയുന്നവയാണ്. അപമാനിക്കപ്പെടൂ, ശിശുവിനെ പോലെയാകൂ, കിറുക്കനാകൂ, ഈശ്വര സ്നേഹത്തിൽ മുങ്ങൂ, സത്യം, ജ്ഞാനം എന്നിവയോട് സമ്പൂർണ്ണ പ്രതിബദ്ധത പുലർത്തൂ. സൂപ്പറായിട്ടില്ലേ? ഇനിയുണ്ട്. നിങ്ങളെ ബഹുമാനിക്കാത്തവരോട് നന്ദി പറയുക. അവർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നുവല്ലോ. ജനങ്ങൾ നിങ്ങൾക്ക് ആദരവ് നൽകുമ്പോൾ അവർ നിങ്ങളുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുന്നു. നിങ്ങൾ അവരെ തിരിച്ചറിയും, അവരുടെ നേർക്ക് പുഞ്ചിരിക്കും, അവരോട് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പെരുമാറും എന്നെല്ലാം അവർ പ്രതീക്ഷിക്കും. ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല. എല്ലാ ഔപചാരികതയും ഉപേക്ഷിക്കാം. സ്വാഭാവികതയോടുകൂടി അവരുടെ നേർക്ക് പുഞ്ചിരിക്കാം, അല്ലെങ്കിൽ മുഖം ചുളിക്കാം. പൂർണ്ണതയോടുകൂടി അവരോട് പെരുമാറാം. ജനങ്ങൾ നിങ്ങൾക്ക് സ്നേഹബഹുമാനങ്ങൾ നൽകുമ്പോൾ അവർ നൽകുന്ന എല്ലാ ആചാരമര്യാദകളും അവർക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട്. കാരണം അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ. എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ ഹൃദയത്തിന് മുറിവേൽക്കുകയില്ല. നിങ്ങളെ അവർ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് ബഹുമാനം നേടുന്നത്. ആദരവിനെക്കുറിച്ച് വിഷമിക്കാതെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കലാണ് ശരിയായ അറിവ്. ഞാൻ ഒന്നിനെയും വകവയ്ക്കുന്നില്ല എന്ന ഭാവമല്ല ശരിയായ സ്വാതന്ത്ര്യം. മന്ദസ്മിതത്തോടുകൂടി ആന്തരികമായ ഒരു ലഘുത്വം, അതാണ് അത്. യാതൊരു അയവും കാട്ടാതെ ആരെങ്കിലും ഗർവോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വതന്ത്രരല്ല. സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമേ പ്രേമം വികസിക്കുകയുള്ളൂ. പ്രേമമുണ്ടെങ്കിൽ ആദരവ് നിങ്ങളിലേക്ക് തനിയെ വന്നു ചേരുന്നു. നന്ദി പറയുന്നതിന് വേറെയാണെന്ന ഭാവം ആവശ്യമാണ്. നന്ദി പറയുക എന്നതിൻ്റെ അർത്ഥം രണ്ടുപേരുണ്ടെന്നാണ്. നിങ്ങൾക്ക് അഗാധമായ നന്ദിയുണ്ടെങ്കിൽ അതിനർത്ഥം വേറെയാണെന്ന ബോധം ആഴമേറിയതാണ് എന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയുടെ ആവശ്യമില്ല, കാരണം അവിടെ ഏകീഭാവമുണ്ട്. എങ്കിലും ഉപരിതലത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാം. ജലോപരിതലത്തിലെ കുമിളകൾ പോലെയാണ് നന്ദി. നിങ്ങൾ താങ്ക് യു എന്ന് പറയുമ്പോൾ എന്തിനെയോ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഒരു കരാറോ ബന്ധമോ പ്രവർത്തനമോ അവസാനിപ്പിക്കുകയാണ്
താങ്ക് യു ഗുഡ് ബൈ പോലെയാണ്. ഉപരിതലത്തിൽ നിങ്ങൾക്ക് ഉടമ്പടികളെല്ലാം തീർക്കാം, എന്നാൽ ആഴത്തിൽ ഏകീഭാവമേയുള്ളൂ. നന്ദി മറ്റെന്തിനോടെങ്കിലും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വെറുതെ നിങ്ങൾ നന്ദി പറയാറില്ല. എന്തിനെങ്കിലും വേണ്ടിയാണ് നിങ്ങൾ നന്ദി പറയുന്നത്. എന്നാൽ ഇവിടെ ഒന്നുമില്ലായ്മയുടെയും താഴെ എന്തോ ആണ്. അഗാധതലത്തിൽ ആഴത്തിലുള്ള നന്ദിക്ക് ഒരർത്ഥവുമില്ല. ഒരു കൈ മറ്റേ കൈയിനോട് നന്ദി പറയാറുണ്ടോ? ആഴത്തിൽ പോകുന്തോറും നന്ദി പറയാൻ മറ്റൊരാൾ ഇല്ലെന്ന് നിങ്ങൾ അറിയുന്നു. താങ്ക് യു.